എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയുടെ പേര് വന്ന വഴി. ഷാപ്പുംപടിയിൽ ബസ് എത്താറായി. ഞാൻ ഇറങ്ങാൻ തയ്യാറായി എഴുന്നേറ്റു. കുറേ കാലത്തിന് ശേഷമാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഒരു 7 വർഷങ്ങളായിട്ടുണ്ടാവും ഇതുപോലെ ഒരു ലൈൻ ബസ്സിൽ സഞ്ചരിച്ചിട്ട്. വീട്ടിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ ദൂരത്താണ് ജോലി ചെയ്യുന്നത്. അത്യാവശ്യം പുറംവേദനയൊക്കെ അലട്ടി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും എന്നും ബൈക്കിൽ തന്നെയാണ് യാത്ര. മെയിൻ റോഡിലെ എനിക്കിറങ്ങുവാനുള്ള ഷാപ്പുംപടി സ്റ്റോപ്പിൽ നിന്നും 3 കിലോമീറ്റർ പിന്നെയും പോകാനുണ്ട് വീട്ടിലേക്ക്. ടാറിടാത്ത ആ പഞ്ചായത്ത് റോഡിന് വീതി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബസ്, ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ സഞ്ചരിക്കാറില്ല ആ റൂട്ടിലൂടെ. കാറുകളും ഓട്ടോകളും ഓടും, അത്ര തന്നെ. പഞ്ചായത്ത് റോഡ് വീതി കൂട്ടി നന്നാക്കുമെന്നും ലൈൻ ബസ്സുകൾ ഓടിത്തുടങ്ങുമെന്നൊക്കെ കുറേ കാലമായി കേൾക്കുന്നു. ബിരുദാനന്തരം എഴുതിയ പല ഗവൺമെൻറ് ജോലികൾക്കായുള്ള ടെസ്റ്റുകളിൽ ഒരെണ്ണം നേടിത്തന്നതാണ് ഈ ജോലി. സർക്കാർ ജോലി എന്ന സ്വപ്നം അങ്ങനെ പൂവണിഞ്ഞു. തുടക്കത്തിൽ 2.5 വർഷങ്ങളോളം ലൈൻ ബസ്സുകളിലാണ് പോയി വന്നിരുന്നത്. ബസ് സ്റ്റോപ്പ് വരെ ചിലപ്പോൾ പഞ്ചായത്ത് റോഡിലൂടെ, അല്ലെങ്കിൽ നീണ്ട പാടശേഖരങ്ങളെ വകഞ്ഞൊഴുകുന്ന തോട്ടിൻ വരമ്പിലൂടെ. പണ്ടും തോട്ടിൻ വരമ്പിലൂടെയായിരുന്നു നടക്കാനിഷ്ടം. തോട്ടിലൊഴുകുന്ന തെളിനീരിനോട്, അതിൽ നീന്തി തുടിക്കുന്ന ചെറുമീനുകളോട്, കാറ്റത്ത് ചാഞ്ചാടി കളിക്കുന്ന കൈതയോലകളോട്, വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങളിലെ നെൽക്കതിരുകളോട്, കണ്ടങ്ങളിൽ പണിയെടുക്കുന്ന നാട്ടുകാരോട്, അവിടെ മേഞ്ഞു നടക്കുന്ന കുറുമ്പി പശുക്കളോട് എന്ന് വേണ്ട, വഴിയിൽ ഉടനീളം എല്ലാം കണ്ടു നടക്കുവാൻ ഒരു വല്ലാത്ത താല്പര്യം എന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. പക്ഷേ പിന്നീട് സഞ്ചാരം ബൈക്കിലായപ്പോൾ തോട്ടിൻ വരമ്പിലൂടെയുള്ള യാത്ര മുടങ്ങി. ലൈൻ ബസ്സിലുള്ള യാത്ര തീരെ ഇല്ലാതായി എന്ന് തന്നെ പറയാം. എന്നും ആഗ്രഹിക്കും പാടത്തുകൂടി തോട്ടിൻ വരമ്പിലൂടെ ഒന്നുകൂടി നടന്നു നോക്കണമെന്ന്. പക്ഷേ സമയപ്രശ്നം മൂലം ഇതുവരെ അതിനൊത്തില്ല. എന്നാൽ ഇത്തവണ ഈ ശനിയാഴ്ച ഓഫീസിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ പാടത്തുകൂടെ എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി ബസ് സ്റ്റോപ്പ് വരെ നടന്നു വന്നത് പഞ്ചായത്ത് റോഡിലൂടെയും. സ്റ്റോപ്പെത്തി. ഞാൻ ഇറങ്ങി പഞ്ചായത്ത് റോഡിലേക്ക് നടന്നു. കുറച്ച് നടന്നാൽ ഇടതുഭാഗത്ത് പടവുകൾ കാണാം. അതിറങ്ങിയാൽ ചെന്നെത്തുക തോടിനരികിലാണ്. കുറുകെയുള്ള സിമൻറ്റ് പാലം കടന്നാൽ പിന്നെ നീങ്ങേണ്ടത് ആ തോട്ടുവരമ്പിലൂടെ തന്നെ വീടെത്തും വരെയും. ഒരു സ്കൂൾ കുട്ടിക്ക് എന്ന പോലെ വർദ്ധിച്ച ആഹ്ലാദത്തോടെ ഞാൻ നടത്താൻ തുടങ്ങി. കൊട്ടേഷനേട്ടൻ്റെ ചായക്കടയിൽ ഏതാനും പേർ കൂടിയിരിപ്പുണ്ട്. ചിലർ കൈപ്പൊക്കി പരിചയം കാണിക്കുന്നു. ഇപ്പോൾ കൂടുതൽ ലോഹിത്തിന് നിൽക്കാതിരിക്കുന്നതാണ് ബുദ്ധി. നേരം ഇരുട്ടിയാൽ പാടത്തുകൂടിയുള്ള നടത്തം എളുപ്പമാവില്ല. എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ നടത്തം തുടർന്നു. സുധി! ആരാത്? ഓ, രക്ഷയില്ല. കൂടെ പഠിച്ച മധുവാണ്. ചായക്കടയിൽ നിന്നും ഓടിയിറങ്ങി വരുന്നു. ഇന്നെന്താ നടന്നു പോകുന്നത്? ആ, മധുവോ, നീ ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ? ഞാനെവിടെ പോകാനാ? കമ്പനിയിൽ പണി കുറവാ. കുറച്ചായിട്ട് വീട്ടിൽ തന്നെയാണ്. നീ ഇതുവഴി പറപ്പിച്ച് പോണത് കാണാറുണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്താ, നിൻ്റെ ഒടുക്കത്തെ പാച്ചിലല്ലേ, ജീവിക്കണ്ടേ? നിനക്ക് സുഖമല്ലേ, സർക്കാർ ജോലി, ഇനി എന്ത് വേണം? അല്ല, നീ നല്ലവണ്ണം കഷ്ടപ്പെട്ട് ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടിയതാണ് കേട്ടോ. ആ സുഖമൊക്കെ പണ്ട്. ഇപ്പോൾ അസലായിട്ട് പണിയെടുക്കണോ? ആ, ഇനിയിപ്പോൾ അങ്ങനെ ആയാൽ തന്നെ എന്താ, ജോബ് സെക്യൂരിറ്റി ഇല്ലേ, പിന്നെ പിരിഞ്ഞ പെൻഷനും ഞാൻ കണ്ടില്ലേ. ഇനി മുന്നോട്ട് എന്താണെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എവിടെയൊക്കെ പോയി എന്തൊക്കെ പണി നോക്കി, എന്നിട്ടിപ്പോൾ ഇതാ ഗതി. അവൻ ബുദ്ധിമുട്ട് വിവരിക്കുകയാണല്ലോ. സമയം പോകുന്നു. മധു, ഡേ, അതേ, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ഇരുട്ടാവുന്നു. പോട്ടെ, പിന്നെ കാണാം. ഞാൻ വീണ്ടും നടന്നു തുടങ്ങി. നാട്ടിൻപുറമായാൽ
ഇങ്ങനെയാണ്. സാധാരണക്കാരാണ്, ശുദ്ധരാണവർ. നമ്മൾ സംസാരിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് കയറി വിളിച്ചന്വേഷിക്കും. ഒന്നിനു വേണ്ടിയല്ല, നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർ സ്നേഹം പ്രകടിപ്പിക്കും. പട്ടണങ്ങളിലൊക്കെ പരസ്പരം ഹലോ എന്ന് മൊഴിഞ്ഞാൽ പോലും തങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുമോ എന്ന് ഭയക്കുന്ന മലയാളികളാണ് കൂടുതലും എന്നാണ് കേട്ടിട്ടുള്ളത്. അവരുടെ ജാട അത്രയ്ക്ക് കുപ്രസിദ്ധമാണ്. ചില സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കണം, പുറം നാടുകളിലെ അവസ്ഥ. പാടത്തിനക്കരെ തലയുയർത്തി നിൽക്കുന്ന കുന്നിൻ നെറുകയിൽ അസ്തമയ സൂര്യൻ കുങ്കുമം വാരി വിതറി തുടങ്ങിയിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് ഇരുട്ടാകുന്നത്. റോഡിൽ നിന്നും പടവുകളിറങ്ങി പാലത്തിനടുത്തെത്തി. പണ്ട് ഈ പടവുകളുണ്ടായിരുന്നില്ല, കല്ലൊതുക്കുകൾ മാത്രം. ഇന്നീ കാണുന്ന സിമൻറ്റ് പാലവുമില്ല, കരിമ്പനത്തടി കൊണ്ടുള്ള പാലം. പിന്നെ പിടിച്ച് പാലം കടക്കുവാൻ മുള വെച്ച് കെട്ടിയുണ്ടാക്കിയ ഒരു കൈപ്പിടിയും. മഴക്കാലമായതിനാലാവണം തോട്ടിൽ അത്യാവശ്യം വെള്ളം ഒഴുകുന്നുണ്ട്, കലങ്ങിയ വെള്ളം. തോടിന് ഇരുവശത്തും പലയിടത്തും ഇടിഞ്ഞു വീണിട്ടുണ്ട്. കൈതയും കാടും പിടിച്ച അവസ്ഥ. അതാരാണ് ഇരിക്കുന്നത്? ഒരാൾ ചൂണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഓ, ആളെ പിടികിട്ടി. കുഞ്ഞിക്കണ്ണനാണ്. മീൻ പിടുത്തത്തിൽ മിടുക്കൻ. മീൻകൊല്ലി കുഞ്ഞിക്കണ്ണൻ എന്നൊരു ഓമന പേരുമുണ്ട് നാട്ടുകാരുടെ വക അദ്ദേഹത്തിന്. അല്ല, ആരാത്? കുറച്ചായാലോ കണ്ടിട്ട്. കുഞ്ഞിക്കണ്ണൻ പതുക്കെ എഴുന്നേറ്റു. ഞാനീ വഴി വന്നിട്ട് കൊല്ലങ്ങളായി. അപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കിയതന്ന്. ഒന്ന് പാടത്തൂടെ പോയി നോക്കാമെന്ന് വെച്ചു. അല്ല, മണ്ണർക്കടല്ലേ ജോലി? അതെ, വരണ വഴിയാ. ഭാഗ്യമുള്ള കുട്ടിയാ. അല്ല, അതിലിപ്പോൾ ഒത്ത അതിശയിക്കാനൊന്നുമില്ല ഏട്ടാ. അത്രയ്ക്ക് പുണ്യം ചെയ്തരാ അച്ഛനും അമ്മയെ. തിരിച്ചൊന്നും പറയാൻ നിൽക്കാതെ മുന്നോട്ട് നടന്നു. പണ്ടൊക്കെ അച്ഛൻ പുറത്തുപോയി വരുന്ന അവസരങ്ങളിൽ പലപ്പോഴും മീൻ കൊണ്ട് വരുമായിരുന്നു. ഈ കുഞ്ഞിക്കണ്ണൻ പിടിച്ച മീനുകൾ. പ്രതിഫലമായി അച്ഛൻ കൊടുക്കുന്ന പണം കള്ളുഷാപ്പിൽ ചിലവാക്കുകയും ചെയ്യും ആശാൻ. നേരം കൂടുതൽ ഇരുട്ടി തുടങ്ങി. കുറച്ച് വേഗത കൂട്ടാം. മുമ്പിൽ വാഴത്തോപ്പിനരികിലായി ഒരു കറുത്ത രൂപം ചെറുതായി അനങ്ങുന്നുണ്ടല്ലോ. കൂടുതൽ അടുത്തെത്തിയപ്പോൾ മനസ്സിലായി അതൊരു കറുത്ത ആടാണ്. അടുത്തൊരു കുട്ടിയും ഇരിപ്പുണ്ട്. കുട്ടി ഏത് വീട്ടിലെയാണ്? ആരുടെ കുട്ടിയാ? ഞാൻ ചോദിച്ചു. ഞാൻ കുന്നത്ത് വീട്ടിലെ നാരായണൻകുട്ടിയുടെ മോനാ. ഓ, അത് ശരി, എനിക്കറിയാം അച്ഛനെ. എന്താ പേര്? നേരം രാത്രിയായില്ലോ. എൻ്റെ പേര് മണികണ്ഠൻ. ഇതാ ഞാൻ പോയി, നോക്കിപ്പോയിക്കോട്ടോ. ഞാൻ വീണ്ടും നടത്തം തുടർന്നു. നാരായണൻകുട്ടിക്ക് ഇത്ര ചെറിയ മകനോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന് അത്യാവശ്യം പ്രായമുണ്ട്. ഭയങ്കര അഭ്യാസിയായിരുന്നു. തോടിനരികിലുള്ള മരക്കൊമ്പിൽ വലിഞ്ഞു കയറി കര കവിഞ്ഞൊഴുകുന്ന തോട്ടിലേക്ക് എടുത്തു ചാടും. എന്നിട്ട് ഒഴുകി വരുന്ന തേങ്ങകൾ നീന്തി ചെന്നെടുത്ത് കരയിലെത്തിക്കും. വീണ്ടും നോക്കിയിരിക്കും അത്തരം വല്ലതും ഒഴുകി വരുന്നുണ്ടോ എന്ന്. നല്ല ധൈര്യശാലിയായിരുന്നു. നടന്ന് നടന്ന് മൂവന്തി കണ്ടത്തിനടുത്തെത്തി. കണ്ടവും പരിസരവും അന്നത്തെ അതേപോലെ തന്നെ, ഒരു മാറ്റവുമില്ല. തോട്ടുവക്കത്തുണ്ടായിരുന്ന പടുകൂറ്റൻ ആൽമരം അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ കണ്ടത്തിന് മൂവന്തിക്കണ്ടം എന്ന പേര് കിട്ടിയതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. കഥയല്ല, സ്കൂൾ വിട്ടു വരുന്ന പല ദിവസങ്ങളിലും കാണുമായിരുന്ന ഒരു കാഴ്ച. അവിടെ ആലും ചുവട്ടിൽ എപ്പോഴും കാണും 3-4 പേർ ഇരിക്കുന്നത്. ചിലപ്പോൾ പുകയുന്ന ബീഡി ഉണ്ടാവും എല്ലാവരുടെയും കയ്യിൽ. അല്ലെങ്കിൽ പലരും തായങ്കളിയിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. ആളുകളുടെ എണ്ണം സന്ധ്യ ആവുമ്പോഴേക്കും ചിലപ്പോൾ വളരെയധികം കൂടും. 10-12 പേർ കാണും ചില നേരത്ത്. ആ കൂട്ടായ്മയുടെ സുഖം ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാൻ കള്ളുകൂടിയും തുടങ്ങും. പിന്നെ പാട്ടായി, കൂത്തായി. ചിലപ്പോൾ രാവേറെയാവോളം അങ്ങനെ മൂവന്തി കള്ളിൻ്റെ ലഹരി പതഞ്ഞു പോകുന്ന ആ കണ്ടത്തിന് ആ പേര് കിട്ടി, മൂവന്തി കണ്ടം. ഇരുട്ടിന് അല്പം കൂടി കനം വെച്ച് കഴിഞ്ഞു. നിലാവുള്ളത് കൊണ്ട് കാഴ്ചയ്ക്ക് പ്രശ്നമില്ല. എന്നാലും നോക്കി നടന്നില്ലെങ്കിൽ പണിയാകും. തോട്ടുവരമ്പല്ലേ, വീണാൽ നേരെ തോട്ടിലേക്ക്, അല്ലെങ്കിൽ കണ്ടത്തിലെ ചേറിലേക്ക്. സ്കൂൾ കാലഘട്ടത്തിൽ ഈ വഴിയെല്ലാം ഓടി ഓടിയാണ് സ്കൂളിൽ പോയിരുന്നതും തിരിച്ചു വന്നിരുന്നതും. കൂടെ കൂട്ടുകാരായ കരിയാട്ടിലെ മിഥുനും പള്ളിയാലിലെ സൂര്യയും. വഴിക്ക് കണ്ടങ്ങളിൽ ഞാറുനടലും കളപറക്കലുമായി വിവിധ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നിവർന്നെണീറ്റ് ചോദിക്കും, അല്ല എൻ്റെ കുട്ടികളെ, എന്തിനങ്ങനെ മണ്ടണ?
എന്നും കാണാൻ ഇങ്ങനെ മണ്ടണത്. പ്രായതല്ലേ കുട്ടികളെ ചില അഭിപ്രായപ്പെടും. അതൊരു കാലം. ഇന്നിപ്പോഴൊക്കെ അത്രയ്ക്ക് വേഗതയിൽ ഓടാൻ പറ്റുമോ? ഒന്നാഞ്ഞ് നടക്കാൻ കൂടി സാധിക്കില്ല, കിതച്ചു പോകും. ടോർച്ച് മിന്നിച്ചുകൊണ്ട് ആരോ വരുന്നുണ്ട്. മനസ്സിലായി, മങ്ങാട്ടുകളത്തിലെ ശങ്കരേട്ടനാണ്. അല്ല, എങ്ങടെ ശങ്കരേട്ട ഈ നേരത്ത്? ആ, അത് ശരി, നീയാ. ഞാനേ ഷാപ്പുംപടി സ്റ്റോപ്പ് വരെ ഒന്ന് പോകണം. മോള് വരുന്നുണ്ട്, രാധികയെ, കൊച്ചിയിൽ നിന്ന്. വണ്ടി ലേറ്റായി ഇത്രേ. നാളെ ഒഴിവല്ലേ, അതുകൊണ്ട് വരിക. അല്ല, നീ എന്താ ഈ വഴിക്ക്? ഓ, ചുമ്മാ ഇന്ന് നടന്ന് വരാമെന്ന് കരുതി. എന്നും ബൈക്കിലല്ലേ, പണ്ടത്തെ ഓർമ്മ പുതുക്കാമെന്ന് വെച്ചിട്ടാണ്. ഒരു ടോർച്ച് എടുക്കാറുന്നില്ലേ? നോക്കിപ്പോയിക്കോ, വല്ല എഴുജന്തുക്കളും ഉണ്ടാവും. ശരി എന്ന് തലകുലുക്കി ഞാൻ മുന്നോട്ട് നീങ്ങി. ഈ ശങ്കരേട്ടൻ പണ്ട് പട്ടാളത്തിലായിരുന്നു. ആ ജീവിതത്തിൻ്റെ എല്ലാ ചിട്ടകളും ഉണ്ട് മൂപ്പർക്ക്, കോട്ടയടക്കം. ഇന്നും ഓർമ്മയുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ശങ്കരേട്ടൻ ലീവിനെത്തി എന്നറിഞ്ഞാൽ അച്ഛൻ പുറപ്പെടും കൂട്ടുകാരനെ കാണാൻ. ഹോ, എന്താ ഒരു സ്നേഹം കൂട്ടുകാരനോട്. കുടിക്കാൻ പോവാവൂലേ, കഷ്ടം. അമ്മ ദേഷ്യപ്പെടും. അതേ, എനിക്കിത്തിരി കുടിക്കണമെന്നുണ്ടെങ്കിലേ ശങ്കരൻ വരണവരെ കാക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വാങ്ങി കുടിക്കാൻ അറിയാലോ, ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അച്ഛൻ ന്യായീകരിക്കാൻ ശ്രമിക്കും. ഉവ്വ ഉവ്വ, എനിക്കറിയാം, എന്തായാലും വേണ്ടില്ല എനിക്ക്. അമ്മ പരിഭവിക്കും. അമ്മയുടെ സമ്മതം അച്ഛനുണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കൂട്ടുകാരല്ലേ, അല്പം ആനന്ദിച്ചോട്ടെ എന്ന് കരുതിയിട്ടാവും. ശങ്കരേട്ടൻ്റെ കൈവശം ഒരു ഇരട്ടക്കുഴൽ തോക്കുണ്ടായിരുന്നു അക്കാലത്ത്. പട്ടാളക്കാരൻ, തോക്ക്, കോട്ട എന്നിങ്ങനെ വിശേഷ പട്ടങ്ങളുള്ള ആൾ എന്ന നിലയ്ക്ക് സ്ഥലത്തെ പ്രധാനിയായിരുന്നു അദ്ദേഹം. ഇന്നും ആ പ്രാമാണിത്യത്തിന് വലിയ കോട്ടമൊന്നും തട്ടിയിട്ടില്ല. പക്ഷേ കോട്ട ഉള്ള കാലം വരെ ഉണ്ടാവുള്ളൂ, അത് നിലനിൽക്കുള്ളൂ എന്ന് മാത്രം. മുമ്പ് ശങ്കരേട്ടൻ ലീവിന് നാട്ടിലെത്തുമ്പോഴെല്ലാം മൂവന്തിക്കണ്ടത്തിലെ കൂട്ടായ്മയിൽ കള്ള് ബ്രാൻഡിക്കും വിസ്കിക്കും വഴിമാറി കൊടുക്കും. പതിവ് പാട്ടിനും കൂത്തിനും പകരം പട്ടാള വീരകഥകളും ഹിന്ദി പാട്ടുകളും മുഴങ്ങും. ശങ്കരേട്ടൻ്റെ തോക്കുകൊണ്ട് നാട്ടുകാർക്ക് ഒരിക്കൽ ഉപകാരമുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ തോട്ടിൽ ഒരു വലിയ പെരുമ്പാമ്പ് പ്രത്യക്ഷപ്പെട്ടു. ആളുകൾ ഭയചകിതരായി. ആരോ അന്നേരം നാട്ടിലുണ്ടായിരുന്ന ശങ്കരേട്ടനെ വിവരമറിയിച്ചു. ശങ്കരേട്ടൻ മീശ വിരിച്ച് തോക്കുമായി സ്ഥലത്തെത്തി. ഒട്ടും താമസിച്ചില്ല. പട്ടാള സ്റ്റൈലിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ വെടിവെച്ച് കൊന്നു. നാട്ടിലെ ഒരു ഹീറോ ആയി അന്ന് ശങ്കരേട്ടൻ. സ്കൂളിൽ പോകുന്ന വഴി ഒരു നടുക്കത്തോടെ ഞങ്ങൾ കണ്ടു ആ പെരുമ്പാമ്പിനെ മരക്കൊമ്പിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. തോടിൻ്റെ ഒരു വശത്ത് പാടങ്ങളും മറുവശത്ത് വീടുകളുമായുള്ള ഭാഗത്തെത്തി. വോൾട്ടേജ് ഇല്ലാതെ പ്രകാശിക്കുന്ന മങ്ങിയ ബൾബുകളേക്കാൾ വെട്ടം ഇനിയും അണയാത്ത നിലവിളക്കുണ്ട്. ഏതോ വീട്ടിൽ നിന്നും കുട്ടികൾ നമശിവ ചൊല്ലുന്നു കേൾക്കുന്നു. കുറച്ചുകൂടി നടന്നാൽ വീട്ടിലെത്താം. ഇനി ആശങ്കയൊന്നുമില്ല. നല്ലവണ്ണം പരിചയമുള്ള ഇടമായി. കുട്ടിക്കാലം തൊട്ടേ ഓടി നടന്ന് കളിച്ച് വളർന്ന സ്ഥലമാണ്. സടകുടഞ്ഞ് ഉറഞ്ഞു തുള്ളുന്ന കൈതക്കാടുകൾ ഒന്നുകൂടി ഇരുട്ടാക്കിയിട്ടുണ്ട് ആ പരിസരം. മുമ്പിൽ തോട്ടിൻ കുറുകെ ഒരു വീതിയുള്ള സിമൻറ്റ് പാലത്തിൽ ആരോ ഇരുന്ന് പുകവലിക്കുന്നുണ്ട്. അത് കടന്നാൽ മറുഭാഗത്തും പാടമാണ്. അല്പം പാടവരമ്പിലൂടെ നടന്ന് വീടിൻ്റെ ഗേറ്റിനടുത്തെത്താം. ഇരുട്ടിൽ വ്യക്തമല്ല ആരാണ് പാലത്തിലിരുന്ന് സൊറ പറയുന്നതെന്ന്. എരിയുന്ന ബീഡിക്കനലിൻ്റെ ചുവന്ന വെളിച്ചം ഇരുട്ടിൽ തിളങ്ങുന്നു. കൂടുതൽ അടുത്തെത്തിയപ്പോൾ പിടികിട്ടി. അക്കരെ തൊടിയിലെ ചന്തുവും അവൻ്റെ അമ്മയുമാണ്. നാട്ടിലെ ബീഡി വലിക്കുന്ന ഏക വനിത എന്ന നിലയ്ക്ക് ചന്തുവിൻ്റെ അമ്മ നാട്ടിൽ ഏവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. ബീഡി വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അമ്മ ഭദ്രകാളിയാവും എന്നാണ് ചന്തു പറയാറുള്ളത്. എന്താ കുട്ടിയെ ഈ ഇരുട്ടത്ത്? ചന്തുവിൻ്റെ അമ്മയുടെ ലോഹ്യം. ഇന്നിത്തിരി വഴുകി നടന്നു വരികയാണ്. ഞാൻ പറഞ്ഞു, വേഗം പോയിക്കോളൂ, അവർ കാത്തിരിക്കുന്നുണ്ടാവും. അവർ എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും. ശരി എന്നാൽ ഞാൻ പാലം കടന്നു. ശരിയാണ്, എന്നും സമയത്ത് വീട്ടിലെത്തിച്ചേരാറുള്ള മകൻ ഇന്നെന്തേ വഴുകുന്നതെന്ന് പരിഭ്രമിച്ചിരിക്കുന്നുണ്ടാവും അച്ഛനും അമ്മയും. ഒന്ന് വിളിച്ചു പറയേണ്ടതായിരുന്നു. ബൈക്ക് അവിടെ തന്നെ കണ്ട് ഒരുപക്ഷെ ഊഹിച്ചു കാണും. എന്തായാലും ഇന്ന് ശകാരം ഉറപ്പ്. വീടിൻ്റെ ഗേറ്റിലേക്കുള്ള വരമ്പിലൂടെ മുന്നോട്ട്. ഈറുപുറമുള്ള പാടങ്ങളിൽ വെള്ളം ഒഴുകുന്ന കളകള ശബ്ദം, തവളകൾ ചാടുന്നതിൻ്റെയോ മറ്റോ ബ്ലും എന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. അതിനിടെ കണ്ടത്തിനിടയിൽ എവിടെയോ ഏതോ നീർക്കോലിയുടെ വായിലകപ്പെട്ടിട്ടാവണം ഒരു തവളക്കുഞ്ഞിൻ്റെ ദീനരോദനം. ഗേറ്റ് കടന്ന് അകത്ത് കാലെടുത്ത് വെച്ചപ്പോഴേക്കും കൈസർ എൻ്റെ വരവറിയിച്ച് കുരച്ചുകൊണ്ട് ഓടിയെത്തി. പുറത്തെ ലൈറ്റ്
ഓൺ ചെയ്ത് ആദ്യം അച്ഛനും പിറകെ അമ്മയും വാതിൽ തുറന്നെത്തി. എന്തിനാ നീ ഇരുട്ടത്ത് വരണത്, അതും ടോർച്ചും കൂടി എടുക്കാതെ? അമ്മയുടെ പരിഭവം. അതെടുക്കാൻ മറന്നുപോയി അമ്മേ. ക്ഷമാപണം നടത്തി ഞാനകത്തേക്ക് കയറി. അത്താഴം കഴിഞ്ഞ് കിടക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ഓർത്തു, ഇനി ഇടയ്ക്കിടെ തോട്ടുവരമ്പിലൂടെ വരണം. ആ ഒരു സുഖം വണ്ടിയിൽ പോയി വന്നാൽ കിട്ടില്ല. വന്ന വഴി മറക്കരുതെന്നല്ലേ. ഇന്നത്തെ നൃത്തത്തിൻ്റെ അനുഭൂതിയിൽ ഞാൻ കിടക്കയിലേക്ക് ചെരിഞ്ഞു. ഈ ചെറുകഥ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.